ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. വി ആർ ട്രാവലിംഗ് ടു അയർലൻഡ്. ജിത്തുവിൻ്റെ സിസ്റ്റർ, അതായത് എൻ്റെ സിസ്റ്റർ ഇല്ലോ, പിന്നെ ചേട്ടനും അവിടെ ഉണ്ട്. സോ അവരെ മീറ്റ് ചെയ്യണം, പിന്നെ കുറച്ച് ട്രാവലിംഗ് ഒക്കെ ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ. നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ഓൾമോസ്റ്റ് അനദർ അവർ ടു എയർപോർട്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഫ്രം ബർമിംഗം ടു ഡബ്ലിൻ. സോ സീ യു അറ്റ് ദി എയർപോർട്ട്. ഞാൻ ശരിക്കും ട്രാവലിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്തു തുടങ്ങിയ ഒരാളൊന്നുമല്ല. ട്രാവൽ ചെയ്യുമ്പം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറീസിൻ്റെ ഒന്നൊരു വാല്യൂ അറിയാതെ ട്രാവൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ആളാട്ടോ. ശരിക്കും ഞാൻ ഇവിടെ വന്ന് ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് ശരിക്കും എങ്ങോട്ടും പോകത്തില്ലായിരുന്നു. ജോലിക്ക് വരും, അല്ലെങ്കിൽ കൂടിപ്പോയ സിറ്റി സെൻറ്റർ ഷോപ്പിങ്ങിന് പോകും. അതിൽ കൂടുതൽ പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പ്ലോറിങ്ങോ എക്സ്പീരിയൻസസ് ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ജിത്തു ഇവിടേക്ക് മൂവ് ചെയ്ത പിന്നാണ് കുറച്ചും കൂടെ ഒക്കെ ലൈഫിൽ ട്രാവൽ ചെയ്യണമെന്നും ഒരുപാട് നല്ല മെമ്മറീസ് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നിയത്. പിന്നെ ഞാൻ പതുക്കെ ഞാനും എൻജോയ് ചെയ്ത് തുടങ്ങി കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് നല്ല ബോഡി പെയിന്, ക്ഷീണവും ഉറക്കമൊക്കെ ആയിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുതിയ എക്സ്പീരിയൻസും പുതിയ ആൾക്കാർ, പുതിയ കൾച്ചർ, പുതിയ ഫുഡ്, പുതിയ സീനറീസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൻ്റെ പേഴ്സ്പെക്റ്റീവും ചെറുതായിട്ടൊക്കെ മാറുന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ടയർഡായിട്ടോ നടന്ന്. നമ്മൾ ബർമിംഗമിൻ്റെ എയർപോർട്ടിനടുത്തുള്ള ഒരു പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് നടക്കുക കേട്ടോ. ശരിക്കും നമ്മൾ ആദ്യം ഊബർ വിളിച്ചാലെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും നമ്മൾ കുറച്ച് നടക്കാമെന്നൊരു പ്ലാനിലങ്ങ് നടന്നു തുടങ്ങിയതാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. വെറും 300 pounds മാത്രം. I think I like it. So guys, ഇതന്നെ എൻ്റെ മൂക്കിൻ്റെ so avocado and egg. 2 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണ് ആക്ച്വലി. 2 അല്ല 10. 9:30 ടേക്ക് ചെയ്യേണ്ടത് 10:30 എഴുതിയും നിയമം. അതൊന്ന് നോക്കിക്കോണം കേട്ടോ, ടൈം ചേഞ്ച് ആവുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് ബ്രെഡിലെ അവക്കാഡോ? ഇവിടുന്ന് ബൈറ്റ് പറ്റിച്ച് കേസ്. Do you like it? No. Maybe I feel ഇത് തന്നിട്ട് ഞാൻ കുക്ക് ചെയ്യും. അവക്കാഡോയും അതിലൊരു നോൺ വെജും ബ്രെഡും വെച്ചും. നമ്മൾ വിചാരിച്ച പോലെ അത്രയും സ്മൂത്തായിട്ടല്ലായിരുന്നു കേട്ടോ നമ്മുടെ അന്നത്തെ യാത്ര പോയത്. ശരിക്കും 9:30 എടുക്കുമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ലാസ്റ്റ് എടുത്തപ്പോഴത്തേക്കും 11:30 ആയിരുന്നു. എടോ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ടോടോ? ഡബ്ലിനിൽ പോയിട്ട് തിരിച്ചു നല്ല സമയമായി. താൻ തിരിച്ചരാണ്, താൻ എന്തിനാണോ പോകുന്നത്? നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആവാനുള്ള റീസണും പിന്നെ അതിനൊരുപാട് അപ്പോളജീസും ഒക്കെ പൈലറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഡബ്ലിനിൽ അന്നൊരു വിൻഡ് സ്റ്റോം ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഡിലേ ആയിട്ട് അവർ ടേക്ക് ഓഫ് ചെയ്തത്. കാര്യം ലാൻഡ് ചെയ്യാനായിട്ടുള്ള ഇഷ്യൂസും വിൻഡിൻ്റെ ഇതൊക്കെ കാരണമാണ് അവർ ഡിലേ ആക്കിയത് ടേക്ക് ഓഫ്. അങ്ങനെ നമ്മൾ ഒരു 11:30 ആയപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ ഒരു 11:30 നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്ന ബസ്സൊക്കെ നമുക്കന്ന് മിസ്സായി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഒരു ഫ്യൂവൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. കാര്യം ഫ്യൂവലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരവിടെ ഒരു സ്ട്രൈക്ക് കാരണം ഡബ്ലിനിൽ നിന്നുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിലേ ആയിരുന്നു. അങ്ങനെ നമുക്ക് ബസ് നോക്കിയിരിക്കാൻ പറ്റില്ല. ഫൈനലി നമ്മളൊരു ഊബർ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. അങ്ങനെ ചേട്ടൻ്റെ അടുത്തെത്തി. അവർ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ആൻഡ് നമ്മളവിടെ ചെന്നിട്ട് ജിത്തു സ്പെഷ്യലായിട്ടൊരു വട്ടയപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. നമ്മളവിടുന്ന് വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു നമ്മളെത്തിയെന്ന്. അപ്പം ഞാൻ വട്ടയപ്പം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവർക്കും. ജിത്തു ട്രയലൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വട്ടയപ്പം കേട്ടോ. ഭയങ്കര പെർഫെക്ഷനൊന്നും അല്ലെങ്കിലും ഇറ്റ് വാസ് നൈസ്.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 3:30 ആകുമ്പോൾ ഉറങ്ങി. പിന്നെ നമ്മൾ എഴുന്നേറ്റപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയിരുന്നു. പിന്നെ നമ്മളിവർ അപ്പാർട്ട്മെൻറ്റൊക്കെ കാണാനായിട്ട് ഇറങ്ങി. ഇതൊരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് ആട്ടോ. ഇവിടെ തന്നെ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരുപാട് സ്പേസസ് ഉണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യാനും വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ടവർക്ക് ചെയ്യാനും, പിന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് TV അല്ലെങ്കിൽ ഹോം തിയേറ്റർ പോലെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ജിമ്മും അങ്ങനെ ഒരുപാട് നല്ലൊരു സ്പേസസ് ഉള്ളൊരു ഏരിയ ആണ്.